ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് നമ്മൾ റിക്വസ്റ്റഡ് വീഡിയോ ആണ് കേട്ടോ. അതായത് ഒരുപാട് ആളുകൾ ചുരിദാറിൻ്റെ ടോപ്പിൽ പോക്കറ്റ് വെക്കുന്നത് കാണിക്കണം എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അത് സ്കൂളൊക്കെ തുറന്ന് എല്ലാവരും യൂണിഫോമൊക്കെ അടിക്കാൻ തുടങ്ങിയല്ലോ. അപ്പം ഇതേപോലെ പോക്കറ്റ് വെക്കാൻ കുട്ടികൾക്ക് ഭയങ്കര ആഗ്രഹമാണ്. അപ്പം എൻ്റെ മോളിപ്പം ഇതിപ്പോൾ ഡിഗ്രിക്ക് ചേർന്ന മോൾക്കുള്ള യൂണിഫോമാണ്. അവർക്ക് പിന്നെ കോട്ടും ഉണ്ട് കേട്ടോ. അപ്പോൾ ആ കോട്ടിന് താഴേക്ക് വരുന്ന രീതിയിലാണ് ഞാൻ അതിൻ്റെ ലെങ്ത്ത് അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ളത്. കോട്ട് അത്യാവശ്യം ലെങ്തി ആയിട്ടുള്ള കോട്ട് തന്നെയാണ്. നമ്മുടെ ഹിപ്പിൻ്റെ അവിടെ കവർ ചെയ്ത് നിൽക്കുന്ന രീതിയിലാണ് കോട്ട് വരുന്നത്. അപ്പം അതിന് താഴെയായിട്ട് ഞാൻ കൊടുത്തിട്ടുള്ളത്. നമ്മൾ ആ മെഷർമെൻറ്റ് നമുക്ക് നോക്കിയിട്ട് എടുക്കാം. അപ്പം നമ്മളിതാ ചുരിദാറിൻ്റെ ബാക്കി പണികളൊക്കെ കഴിഞ്ഞ് ഇനി നമ്മൾ ഈ രണ്ട് സൈഡും ജോയിൻ ചെയ്യാനും താഴെ മടക്കി തയ്ക്കാനേ ബാക്കിയുള്ളൂ. നമ്മൾ കറക്റ്റായിട്ട് ഷോൾഡറിൽ നിന്ന് എവിടേക്കാണ് നമുക്ക് പോക്കറ്റ് വേണ്ടത് എന്നുള്ളത് ടാപ്പ് കൊണ്ട് അളന്നെടുക്കുക. അപ്പം ഞാൻ എടുത്തിട്ടുള്ള അടയാളമാണിത്. ഇത് ചുരിദാറിൻ്റെ നല്ല വശമാണ് കേട്ടോ. അപ്പം നിങ്ങൾ കാണുന്നത്. എന്നിട്ട് ആ ലെങ്ത്തിൽ നമ്മുടെ കൈ ഇങ്ങനെ നല്ല ഈസി ആയിട്ട് കയറാവുന്ന രൂപത്തിലുള്ള മെഷർമെൻ്റ് അടയാളപ്പെടുത്തുക. രണ്ടും ലൈൻ വരച്ച് നമ്മൾ തയ്ക്കുമ്പം ഇങ്ങനെ വരില്ല. ആ തയ്ക്കുന്ന ലൈനാണിപ്പോൾ ഞാൻ ഇങ്ങനെ വരച്ച് കൊടുത്തിട്ടുള്ളത്. അതിങ്ങനെ അടയാളം മാത്രം നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് ക്ലിയറാക്കി വരച്ചതാണ് കേട്ടോ. ഇതിൻ്റെ ഇടയിലാണ് നമ്മൾ പോക്കറ്റ് വെക്കേണ്ടത്. ഷോൾഡറിൽ നിന്ന് കറക്റ്റായിട്ട് നമുക്ക് എവിടെയാണോ വേണ്ടത്. ശരിക്കും കോട്ടില്ലാത്തവർക്ക് ഇത്ര ലെങ്തി ആയിട്ട് വേണ്ട കേട്ടോ. ഞാൻ കോട്ടുള്ളതുകൊണ്ടാണ് മോളത് ഇത്ര ലെങ്ത്ത് കൂട്ടി എടുത്തിട്ടുള്ളത്. കോട്ടിന് താഴെ അല്ലാതെ കോട്ട് പൊക്കിയിട്ട് പോക്കറ്റിൽ ഫോൺ ഇടാലൊന്നും നടക്കൂലല്ലോ. അതാ. പിന്നെ നമ്മൾ പോക്കറ്റിന് വേണ്ടി നമ്മൾ ചുരിദാർ കട്ടിങ്ങൊക്കെ സ്ലീവിൻ്റെ പീസും മെയിൻ പാർട്ടൊക്കെ കട്ട് ചെയ്തതിൻ്റെ വേസ്റ്റ് ക്ലോത്തിൽ നിന്നാണ് നമ്മൾ പോക്കറ്റിനുള്ള പീസ് കട്ട് ചെയ്യുന്നത്. പോക്കറ്റിനുള്ള പീസ് കട്ട് ചെയ്യുമ്പോൾ ഇത് നമ്മുടെ കൈ നല്ലോണം ഉള്ളിലേക്ക് പോകുന്ന വിധത്തിൽ, അതായത് നമ്മുടെ വലിയ ഫോണൊക്കെ ആണെങ്കിൽ ആൻഡ്രോയിഡ് ഫോണിലൊക്കെ അത്യാവശ്യം സൈസ് ഉണ്ടല്ലോ, ആ ഒരു ഫോൺ കൊള്ളുന്ന രൂപത്തിലാണ് ഞാൻ ഇതിൻ്റെ സൈസ് കട്ട് ചെയ്തിട്ടുള്ളത്. കണ്ടോ, ഈ ഒരു ഷേപ്പിൽ പോക്കറ്റിൻ്റെ പീസ് കട്ട് ചെയ്യുക. ജസ്റ്റ് നമ്മൾ കൈ ഇങ്ങനെ വെച്ചിട്ട് അതിന് ചുറ്റും ഇങ്ങനെ വരച്ച് കൊടുത്താൽ തന്നെ ഈ ഷേപ്പിൽ നമുക്ക് കിട്ടും കേട്ടോ. അങ്ങനെ കറക്റ്റാക്കിയിട്ട് വരച്ച് കൊടുത്താൽ മതി. നമ്മളെ വാട്സപ്പ് സ്റ്റുഡൻസൊക്കെ ഇപ്പോൾ എല്ലാവരും യൂണിഫോം സ്വന്തം തയ്ക്കുന്ന കണ്ടിട്ട് ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. കഴിഞ്ഞ ബാച്ചിലുള്ളവരൊക്കെ യൂണിഫോം തയ്ച്ചെന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും മെസ്സേജ് ചെയ്യാറുണ്ട്. അൽഹംദുലില്ലാ ഒരുപാട് സന്തോഷമാണ്. സ്വന്തം മക്കളെ യൂണിഫോം ഇട്ട് പറഞ്ഞയക്കുമ്പോൾ അവർ ഒരുപാട് സന്തോഷമുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇത് കറക്റ്റ് അളവിൽ തന്നെ നമ്മൾ കട്ട് ചെയ്ത് 2 പീസാണേ. വാട്സപ്പ് ക്ലാസ്സിനെ കുറിച്ച് അറിയേണ്ടവർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ നമ്പർ കൊടുക്കാം. നിങ്ങൾക്ക് അതിൽ തന്നെ കോൺടാക്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്തിട്ട് ചോദിക്കാം. ഡിസംബർ 6 അടുത്ത ബാച്ച് സ്റ്റാർട്ട് ചെയ്യും. ഇനി ഇതാ നമ്മൾ ഈ കട്ട് ചെയ്തിട്ടുള്ള പീസ്, അതായത് പോക്കറ്റിനുള്ള പീസ് ഇപ്പോൾ നല്ല വശത്ത് തന്നെയാണ്. ഇപ്പോൾ നമ്മൾ ഈ ചെയ്യുന്ന പണികളൊക്കെ നല്ല വശത്ത് നമ്മൾ ആ മെഷർമെൻറ്റ് അടയാളപ്പെടുത്തി ആ ഭാഗത്ത് ഇങ്ങനെ വെച്ച് പിൻ ചെയ്ത് കൊടുക്കുക. മറ്റേ വശത്തും നല്ല വശത്ത് തന്നെയാണ് ഈ പീസിന് വെക്കുന്നത്. അത് പ്രത്യേകം മനസ്സിലാക്കുക. പിന്നെ കറക്റ്റ് കുത്തി കൊടുത്തു കഴിഞ്ഞാൽ ഒരു പണിയുമില്ല അത് ചെയ്യാൻ. എന്നിട്ട് ആ പിന്ന് കുത്തി കൊടുത്ത വശത്ത് നമ്മൾ ആ ലൈൻ വരച്ചില്ലേ, പോക്കറ്റിൻ്റെ കറക്റ്റ് ലൈൻ വരച്ച് കൊടുത്തില്ലേ, അതിലേക്ക് കൂടി ഇങ്ങനെ അങ്ങോട്ടേക്ക് താഴോട്ടേക്ക് സ്റ്റിച്ച് ചെയ്യുക. ഈ ഭാഗം മാത്രമാണ് ഇപ്പോൾ സ്റ്റിച്ച് ചെയ്യേണ്ടതുള്ളൂ. നല്ല വശത്ത് വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. ഇതൊക്കെ നിങ്ങൾക്ക് ഓർമ്മ വേണേ, മറന്ന് പോവരുത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ പിന്ന് കുത്തിയിട്ട് കറക്റ്റാക്കിയിട്ട് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇതെങ്ങനെ നല്ല വശത്ത് തയ്ക്കും ഇങ്ങനെ വരിക എന്നുള്ളത്. ഒരു ഡൗട്ട് ഉണ്ടാവും ബിഗിനേഴ്സിന്. ഇനി നമ്മൾ ചുരിദാറിനെ മറിച്ചിട്ട് ഇപ്പോൾ കാണുന്നത് ആണ് റോങ് സൈഡ്. നമ്മളാകെ പോക്കറ്റ് ആ ഒരൊറ്റ ഭാഗത്ത് മാത്രമാണ് തയ്ച്ച് കൊടുത്തത്. ഇനി നമ്മൾ കൈ മുതൽ താഴോട്ടേക്ക് ഇങ്ങനെ തയ്ച്ചത് ഇവിടെ എത്തുമ്പം നമ്മൾ ആ പീസ് കൊടുത്തില്ലേ, അതിൻ്റെ ഒരു 1/4 ഇഞ്ച് താഴോട്ടേക്കാക്കിയിട്ട് പിന്നെ ഇതിലേക്കൂടി ഇങ്ങോട്ടേക്ക് വരിക. എന്നിട്ട് ഇവിടേക്ക് എത്തുമ്പോൾ ഇതിങ്ങനെ ഈ തുണീനെ ഇങ്ങോട്ടേക്ക് നിവർത്തിയിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഇവിടെയും ഈ തയ്യലിൻ്റെ 1/2 ഇഞ്ച് മേലോട്ടേക്ക് തയ്ച്ച് താഴെ വരെ തയ്ച്ച് കൊടുക്കുക. ലൈൻ ഞാൻ വരച്ചിട്ടുണ്ട്. ഈ ഭാഗത്തു നിന്ന് ഇങ്ങനെ വന്ന് നമ്മൾ സാധാരണ എത്രയാണോ തയ്യൽ തുമ്പെടുക്കുന്നത് അതേപോലെ എടുക്കുക. ഈ പോക്കറ്റിൻ്റെ ഇവിടേക്ക് അധികം തയ്യൽ തുമ്പില്ലാത്ത രീതിയിൽ തന്നെ ചെയ്യാൻ നോക്കുക കേട്ടോ. എന്നിട്ട് ഞാൻ ബ്ലൂ ചോക്ക് കൊണ്ട് ഇങ്ങനെ വരച്ചിട്ട് കണ്ടില്ലേ, ഇങ്ങനെ അങ്ങോട്ടേക്ക് തയ്ക്കുക. ഈ മേലോട്ടേക്ക് എത്തുമ്പോൾ നമ്മുടെ പീസ് അവിടെ അറ്റാച്ച് ചെയ്തതിൻ്റെ മേലേലാവണം, അല്ലെങ്കിൽ അവിടെ ഗ്യാപ്പ് കാണും. എന്നിട്ട് ഇങ്ങനെ താഴോട്ടേക്ക് തയ്ച്ച് കൊടുക്കുക. ഇത്ര മാത്രമേ പോക്കറ്റിന് പണിയുള്ളൂ. ചിലർക്ക് റൈറ്റ് സൈഡായിരിക്കും പോക്കറ്റ് വേണ്ടി വരിക, ഒട്ടുമുക്കാലാർക്കും റൈറ്റ് സൈഡാണ് വേണ്ടി വരിക. ചിലർക്ക് ലെഫ്റ്റ് ഹാൻഡുകാർക്ക് ലെഫ്റ്റ് ഭാഗത്തായിരിക്കും പോക്കറ്റ് ഇഷ്ടം. അപ്പം നിങ്ങൾ സൗകര്യം ആയതാണോ അതിനനുസരിച്ച് ചെയ്യാം. രണ്ട് സൈഡും പോക്കറ്റ് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം.
പക്ഷേ ഉമ്മമാർ ശ്രദ്ധിച്ചോളി, പോക്കറ്റിൽ എന്തെങ്കിലുമൊക്കെ വാരി വലിച്ച് ഇട്ടിട്ടുണ്ടാകും. മക്കൾ നമ്മൾ അലക്കി കഴിയുമ്പോഴേക്ക് അതൊക്കെ ചീഞ്ഞ് നാശമായിട്ടുണ്ടാവുക. ടിഷ്യൂ പോലത്തതൊക്കെ പോക്കറ്റിൽ കുടുങ്ങിയാൽ ആകെ ബുദ്ധിമുട്ടാണ്. ഇത് സൈഡ് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പിന്നെ താഴെ ഭാഗം മടക്കി അടിക്കുക. വേറൊരു പണിയുമില്ല, അപ്പോൾ എളുപ്പമല്ലേ ഇങ്ങനെ പോക്കറ്റ് ചെയ്യൽ. ഇതിൻ്റെ പോക്കറ്റിൻ്റെ എൻഡ് ഭാഗം നമുക്ക് വേണമെങ്കിൽ സിഗ്സാഗ് സ്റ്റിച്ചൊക്കെ മെഷീനുള്ളവർക്ക് വേണമെങ്കിൽ അതൊന്ന് ലോക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ഇവിടെ ചിലർക്ക് പുതിയ ബിഗിനേഴ്സിനൊക്കെ ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ കോർണറിൽ ഒരു കൂടി നിൽക്കുന്ന പോലെ ചിലപ്പോൾ തോന്നുകയാണെങ്കിൽ അതിൻ്റെ സൈഡിൽ ആ തയ്യൽ തുമ്പിൻ്റെ അവിടെ വരെ ചെറുതാക്കിയിട്ടൊരു കട്ടും കൊണ്ട് കൊടുത്താൽ മതി. അപ്പോൾ ആ ഒരു ബലത്തിലുള്ള പിടുത്തം ഉണ്ടാവില്ല. തുടക്കക്കാർക്ക് ഒരു ചെറിയ പ്രശ്നം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ ദേ ഈ പോക്കറ്റിൻ്റെ അകത്ത് കറക്റ്റായിട്ട് ഫോണ് കൊള്ളും. മോക്ക് കോളേജിൽ അത് ഫോൺ എന്തായാലും നിർബന്ധമായിരിക്കുമല്ലോ, അതുകൊണ്ടാണ് ഫോൺ കൊള്ളാവുന്ന പാകത്തിൽ ഞാനത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുന്നവർക്ക് എൻ്റെ നമ്പറിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാം. മിസ്റ്റേക്കുകളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ എന്താണെന്ന് പറഞ്ഞ് പരിഹരിച്ച് തരാം ഇൻഷാ അല്ലാഹ്. അപ്പോൾ വീണ്ടും ഞാൻ 2-3 ദിവസം നല്ല ബിസി ആയിപ്പോയി, അതുകൊണ്ടാണ് ഇന്നലെ വീഡിയോ ഇടാൻ പറ്റാതെന്നത്. നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ, അസ്സലാമു അലൈക്കും.